ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ 23 രാജ്യങ്ങളെ നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപ്പാദകരെന്ന് അധിക്ഷേപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തും നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉൽപ്പാദനവും നടത്തുന്ന 23 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. US-ലേക്ക് മയക്കുമരുന്നും അനുബന്ധ ലഹരി വസ്തുക്കളും എത്തിക്കുന്നത് ഈ രാജ്യങ്ങളാണെന്നും US കോൺഗ്രസിൽ ട്രംപ് സമർപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷനിൽ പറയുന്നു. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ദി ബഹാമസ്, ബെലിസ്, ബൊളീവിയ, ബർമ, ചൈന, കൊളംബിയ, കോസ്റ്ററിക്ക, ദി ഡൊമിനിക് റിപ്പബ്ലിക്, ഇക്വഡോർ, എൽ സാൽവദോർ, ഗ്വാറ്റിമാല, ഹെയ്ത്തി, ഹോണ്ടുറാസ്, ജമൈക്ക, ലാവോസ്, മെക്സിക്കോ, നിക്കാരഗോ, പാകിസ്ഥാൻ, പനാമ, പെറു, വെനസ്വേല തുടങ്ങിയ 23 രാജ്യങ്ങൾക്ക് നേരെയാണ് ട്രംപിന്റെ വിമർശനം. US-ലെ പല കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ അനധികൃതമായി പുറം രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഫെന്റനിൻ പോലുള്ള മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള രാസവസ്തുക്കളാണ്. 18 മുതൽ 44 വയസ്സുവരെയുള്ള US പൗരന്മാരുടെ മരണത്തിന് പ്രധാനമായും കാരണമാകുന്നത് മയക്കുമരുന്നാണെന്നും ഇത് ദേശീയ അടിയന്തരാവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. നിയമവിരുദ്ധമായ ഫെന്റനിൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ ഉറവിടം ചൈനയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പട്ടികയിലുള്ള അഫ്ഗാനിസ്ഥാൻ, വെനസ്വേല, ബൊളീവിയ, ബർമ, കൊളംബിയ തുടങ്ങിയ 5 രാജ്യങ്ങൾ മയക്കുമരുന്ന് തടയുന്നതിനുള്ള നടപടിയെടുക്കുന്നതിൽ പ്രകടമായി പരാജയപ്പെട്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ കരാറുകൾ പാലിക്കുന്നതിൽ ഈ രാജ്യങ്ങൾക്ക് വീഴ്ച സംഭവിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ഈ രാജ്യങ്ങളോട് US ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഈ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ സർക്കാരുകളുടെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളെ വിലയിരുത്താനല്ല US ശ്രമമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയതിനെ ചൊല്ലി ഇന്ത്യയും US-ഉം തമ്മിൽ ഉടലെടുത്ത തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ ആക്ഷേപം എന്നതും ശ്രദ്ധേയമാണ്. വിഷയത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വ്യാപാര കരാറിന്റെ തുടർ ചർച്ചകൾക്ക് ഇന്ത്യൻ സംഘത്തെ ക്ഷണിച്ചിരിക്കുകയാണ് അമേരിക്ക. കാർഷിക ഉൽപ്പന്നങ്ങളിലടക്കം ചർച്ചയോട് എതിർപ്പില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചതായാണ് സൂചന. തീരുവ ചുമത്തിയുള്ള ഭീഷണിക്കൊടുവിൽ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് അമേരിക്ക നിലപാട് മാറ്റുന്നു എന്ന സൂചനയായാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് സൂചന. ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ വാങ്ങണമെന്ന ആവശ്യം US ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നാണ് ഇന്ത്യ മറുപടി നൽകിയത്. മൈ ഫ്രണ്ട് എന്ന വിശേഷണത്തിൽ നരേന്ദ്ര എന്നാണ് ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മോദി ഗംഭീര കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ട്രംപ് കുറിച്ചിരുന്നു. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാനമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മോദി അറിയിച്ചത്. യുക്രൈൻ സംഘർഷത്തിൽ ട്രംപിന്റെ നിലപാടിനെ മോദി പരസ്യമായി പിന്താങ്ങിയതും ശ്രദ്ധേയമായി. എന്നാൽ വ്യാപാര കരാർ, താരിഫ് എന്നീ വിഷയങ്ങളിൽ രണ്ട് നേതാക്കളുടെയും കുറിപ്പ് മൗനം പാലിക്കുന്നു. ഇന്നലെ നടന്ന ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനാണ് ധാരണയിലെത്തിയത്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.